ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി ജീവിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് തൻ്റെ ദൃഷ്ടി കൊണ്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലുടനീളം പായും. എന്നിട്ട് നിഷ്കളങ്കമായി ജീവിക്കുന്നവരെ കർത്താവ് ചേർത്ത് പിടിച്ച് അവരുടെ രോഗം, പീഡ, അസ്വസ്ഥതകൾ എല്ലാ മേഖലകളിൽ നിന്നും കർത്താവ് അവർക്ക് വിടുതൽ നൽകും. 2 ദിനവൃത്താന്തം 16:9, 2 Chronicles chapter 16 verse 9. തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. കണ്ടോ? കർത്താവിൻ്റെ ശക്തി നമ്മളെ മേൽ നിറയ്ക്കാൻ കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമി ഉടനീളം പായുകയാണ്. കർത്താവെ, അപ്പോൾ അവിടെ നീ എളിയവനെയും നോക്കി ഇപ്പോഴെൻ്റെ സങ്കടങ്ങൾ കണ്ട്, എൻ്റെ വേദനകൾ കണ്ട് അവിടെ അനുഗ്രഹിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകളും, എല്ലാ നിയോഗങ്ങളും, എല്ലാ വേദനകളും ഞാൻ സമർപ്പിക്കുകയാണ്. ഈശോയെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ കൃപകളും വരങ്ങളും കൊണ്ട് നിങ്ങൾ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.